നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് സിഗ്നൽ അറിഞ്ഞിരിക്കണം. റോട്ടില് നമ്മൾ പോകുമ്പോൾ കുറച്ച് സിഗ്നൽ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. എല്ലാവരും അത് പഠിക്കാറൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ കാറിൽ പോവുകയാണെങ്കിൽ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അങ്ങനെ പോവാറാണ്. ഇപ്പൊ എവിടേക്കിനും ഇപ്പൊ തിരിയണം, വലത്തോട്ട് തിരിയണം, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് ബൈക്കിലൊക്കെ പോകുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു 5 സിഗ്നൽ നമുക്കുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് ലെഫ്റ്റ്, റൈറ്റ്, അതേപോലെ തന്നെ ഓവർടേക്കിംഗ്, അതേപോലെ തന്നെ സ്ലോ ഡൗൺ, അതേപോലെ തന്നെ സ്റ്റോപ്പ്. ഇങ്ങനെ ഈ 5 സിഗ്നൽ നമ്മൾ 5 സിഗ്നൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് വണ്ണ് ഏതാ സിഗ്നൽ എന്ന് വെച്ചാല് ആദ്യം റൈറ്റിക്ക് കാണിക്കാം കേട്ടോ. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണിക്കുന്നത് ഇങ്ങനെ, നമ്മൾ വണ്ടി റൈറ്റിക്ക് പോകുമ്പോൾ എല്ലാവരും കാണിക്കുന്നത് എങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. ഓക്കെ, ശരിക്കും ഇങ്ങനെയല്ല റൈറ്റ് കാണിക്കേണ്ടത്. കൈ ഇങ്ങനെ, ഒരു ഉള്ളം കൈ ഇങ്ങനെ ഈ രീതിക്ക് നമ്മൾ റൈറ്റ് കാണിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ റൈറ്റ്. നമ്മളെപ്പോൾ ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മളെ മുട്ട്, ഈ മുട്ട് എപ്പോഴും നിവർത്തി പിടിച്ചിട്ട് വേണം കാണിക്കാൻ. ഇതാണ് റൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് പറയാനുള്ളത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലെഫ്റ്റ് സിഗ്നലാണ്. ഓക്കെ, ഈ ലെഫ്റ്റ് സിഗ്നൽ നേരെ ഇതേപോലെ തന്നെ ഇങ്ങനെ പിടിക്കുക, നിവർത്തി പിടിക്കുക. അതിനുശേഷം മുന്നോട്ട് 3 തവണ തിരിക്കുക. 1, 2, 3. ഇങ്ങനെ 3 തവണ റൗണ്ട് ചെയ്താലാണ് നമ്മളെ ലെഫ്റ്റ് സിഗ്നൽ എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഒരിക്കലും ഇങ്ങനെ നമ്മൾ ലെഫ്റ്റിക്ക് കൈ കാണിക്കുമ്പോ റൈറ്റ് കൈ അല്ലെങ്കിൽ നമ്മളെ വലത്തെ കൈ തന്നെ കാണിക്കണം. ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കാൻ നിൽക്കരുത്. ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു സിഗ്നലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം, മുന്നിക്ക് 3 തവണ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കറക്റ്റ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് എന്ന് പറയുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് റൈറ്റ് നമ്മൾ പറഞ്ഞു, ലെഫ്റ്റ് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഓവർടേക്കിംഗ് സിഗ്നലാണ്. നമ്മളെപ്പോഴും ഓവർടേക്കിംഗ് സിഗ്നൽ എപ്പോഴും എല്ലാവരും കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പൊക്കോ എന്നുള്ള രീതിയിൽ, നിങ്ങളെ രീതിയിൽ കാണിക്കും. ശരിക്കും അങ്ങനെയല്ല ഓവർടേക്കിംഗ് കാണിക്കേണ്ടത്. ഇങ്ങനെ നേരെ കൈ ഇങ്ങനെ പിടിക്കുക, അതിനുശേഷം തിരിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിക്കുക, അതിനുശേഷം ഇങ്ങനെ ഒരു ഹാഫ് റൊട്ടേഷൻ. ഓക്കെ, ഹാഫ് റൊട്ടേഷനിൽ ഇങ്ങനെ തിരിഞ്ഞു. ഓക്കെ, ഹാഫ് റൊട്ടേഷൻ ഇങ്ങനെ കറക്റ്റ് ചെയ്യാം. ഇതാണ് ഓവർടേക്കിംഗ് സിഗ്നൽ. ബാക്കിൽ വരുന്ന വാഹനങ്ങൾക്ക് പൊക്കോ എന്നുള്ള സിഗ്നലാണ്. ഓക്കെ, ഇതാണ് 3 ഇനി കാണിക്കാനുള്ളത് ഇനി നമ്മൾ കാണിക്കാനുള്ളത് എന്താ വെച്ചാല് സ്ലോ സിഗ്നലാണ്. എങ്ങനെയാണ് സ്ലോ? ഓക്കെ, സ്ലോ ഇതേപോലെ തന്നെ ഇങ്ങനെ പിടിക്കാം. അപ്പ് ആൻഡ് ഡൗൺ 3 ഉണ്ടാവും. 1, 2, 3. ഓക്കെ, ഇതാണ് സ്ലോ സിഗ്നൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഓക്കെ, നമ്മളെ കറക്റ്റ് ആയിട്ട് നമ്മളെ ഷോൾഡർ ഈ രീതിക്ക് എൽ ഷേപ്പിൽ വരാം. ഓക്കെ, 90 ഡിഗ്രിയിൽ വരാം. ഇതാണ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ 5 സിഗ്നൽ നമ്മൾ കാണിക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ, അറിഞ്ഞിരിക്കണം. എന്തായാലും ഇത് ആവശ്യമുള്ള സാധനമാണ്. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടിട്ട് റൈറ്റും ലെഫ്റ്റും ഒക്കെ ഇടാറുണ്ടെങ്കിൽ കൂടി ഈ സിഗ്നൽ നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും കാണാം. ഗുഡ് ബൈ.